ലോഗോസ് ക്വിസ് കമ്പാനിയൻ. എഫേസോസ് ആമുഖം 1-2 അധ്യായങ്ങളാണ് ഇത്തവണ. ഒന്നാമത്തെ ചോദ്യം, എഫേസോസ് ലേഖനം 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻ എ 23 വാക്യങ്ങൾ, ഓപ്ഷൻ ബി 30 വാക്യങ്ങൾ, സി 35 വാക്യങ്ങൾ. ഉത്തരം 23 വാക്യങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, വിശ്വാസം സ്വീകരിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചവരെ പൗലോസ് ശ്ലീഹ സംബോധന ചെയ്യുന്നത് എങ്ങനെ? ഓപ്ഷൻ എ സ്നേഹിതർ, ഓപ്ഷൻ ബി വിശ്വാസികൾ, സി സഹോദരർ വിശുദ്ധർ. ഉത്തരം സഹോദരർ വിശുദ്ധർ. മൂന്നാമത്തെ ചോദ്യം, എങ്ങനെയാണ് പൗലോസ് യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായത്? ഓപ്ഷൻ എ സ്വന്തം കഴിവിനാൽ, ഓപ്ഷൻ ബി സ്വന്തം ശക്തിയാൽ, ഓപ്ഷൻ സി ദൈവ തിരുമനസ്സിനാൽ. ഉത്തരം ദൈവ തിരുമനസ്സിനാൽ. നാലാമത്തെ ചോദ്യം, എഫേസോസുകാർക്ക് പൗലോസ് ശ്ലീഹ ആശംസിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ ഐശ്വര്യം സ്നേഹം, ഓപ്ഷൻ ബി കൃപയും സമാധാനവും, ഓപ്ഷൻ സി നിത്യരക്ഷ. ഉത്തരം കൃപയും സമാധാനവും. അഞ്ചാമത്തെ ചോദ്യം, എഫേസോസ് 1:3 ആര് സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് പറയുന്നത്? ഓപ്ഷൻ എ പിതാവായ ദൈവം, ഓപ്ഷൻ ബി പുത്രനായ ദൈവം, ഓപ്ഷൻ സി പരിശുദ്ധാത്മാവ്. ഉത്തരം പിതാവായ ദൈവം. ആറാമത്തെ ചോദ്യം, തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തു എന്ന്? ഓപ്ഷൻ എ നൂറ്റാണ്ടുകൾക്ക് മുൻപ്, ഓപ്ഷൻ ബി ലോകസ്ഥാപനത്തിന് മുൻപ്, ഓപ്ഷൻ സി വർഷങ്ങൾക്ക് മുൻപ്. ഉത്തരം ലോകസ്ഥാപനത്തിന് മുൻപ്. ഏഴാമത്തെ ചോദ്യം, ക്രിസ്തുവിൻ്റെ രക്തം വഴി നമുക്ക് കൈവരിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ രക്ഷ, ഓപ്ഷൻ ബി പാപമോചനം, ഓപ്ഷൻ സി നിത്യാശ്വാസം. ഉത്തരം രക്ഷ. എട്ടാമത്തെ ചോദ്യം, വിശുദ്ധ പൗലോസ് ഈ ലേഖനം എഴുതിയ കാലയളവ്? ഓപ്ഷൻ എ AD 50-നും 60-നും ഇടയ്ക്ക്, ഓപ്ഷൻ ബി AD 58-നും 60-നും ഇടയ്ക്ക്, ഓപ്ഷൻ സി AD 60-നും 70-നും ഇടയ്ക്ക്. ഉത്തരം AD 58-നും 60-നും ഇടയ്ക്ക്. ഒൻപതാമത്തെ ചോദ്യം, ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് ആരെ വിളിക്കാനാണ് പൗലോസ് പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടത്? ഓപ്ഷൻ എ യഹൂദരെ, ഓപ്ഷൻ ബി വിജാതീയരെ, ഓപ്ഷൻ സി റോമാ നിവാസികളെ. ഉത്തരം വിജാതീയരെ. പത്താമത്തെ ചോദ്യം, രക്ഷ പ്രതീക്ഷിച്ചു കഴിഞ്ഞിരുന്നത് ആര്? ഓപ്ഷൻ എ യഹൂദർ, ഓപ്ഷൻ ബി വിജാതീയർ, ഓപ്ഷൻ സി എഫേസോസുകാർ. ഉത്തരം യഹൂദർ. 11ാമത്തെ ചോദ്യം, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നത് എപ്പോൾ? ഓപ്ഷൻ എ യുഗാന്ത്യത്തിൽ, ഓപ്ഷൻ ബി കാലത്തിൻ്റെ പൂർണ്ണതയിൽ, ഓപ്ഷൻ സി വിധി ദിനത്തിൽ. ഉത്തരം കാലത്തിൻ്റെ പൂർണ്ണതയിൽ. 12ാമത്തെ ചോദ്യം, രക്ഷയുടെ സദ്വാർത്ത എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ത്? എഫേസോസ് 1:13 അനുസരിച്ച് ഉത്തരം പറയുക. ഓപ്ഷൻ എ ജീവന്റെ വചനം, ഓപ്ഷൻ ബി സത്യത്തിൻ്റെ വചനം, ഓപ്ഷൻ സി മഹിമയുടെ വചനം. ഉത്തരം സത്യത്തിൻ്റെ വചനം. 13ാമത്തെ ചോദ്യം, സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നമ്മൾ എന്തിനാൽ മുദ്രിതരായിരിക്കുന്നു? ഓപ്ഷൻ എ ജലത്തിൽ, ഓപ്ഷൻ ബി വചനത്തിൽ, ഓപ്ഷൻ സി വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിൽ. ഉത്തരം വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിൽ. 14ാമത്തെ ചോദ്യം, ക്രിസ്തുവിൻ്റെ മഹത്വം
പ്രകീർത്തിക്കപ്പെടുന്നതിനുള്ള അവകാശത്തിൻ്റെ അച്ചാരം എന്ത്? എഫേസോസ് 1:14 അനുസരിച്ച് ഉത്തരം പറയുക. ഓപ്ഷൻ എ ജീവാത്മാവ്, ഓപ്ഷൻ ബി അരൂപി, ഓപ്ഷൻ സി പരിശുദ്ധാത്മാവ്. ഉത്തരം പരിശുദ്ധാത്മാവ്. 15ാമത്തെ ചോദ്യം, എഫേസോസ് 1-ാം അധ്യായത്തിൻ്റെ 2-ാം ശീർഷകം എന്ത്? ഓപ്ഷൻ എ ക്രിസ്തു മഹോന്നതൻ, ഓപ്ഷൻ ബി അഭിവാദനങ്ങൾ, ഓപ്ഷൻ സി ജീവന്റെ വചനം. ഉത്തരം ക്രിസ്തു മഹോന്നതൻ. 16ാമത്തെ ചോദ്യം, എഫേസോസുകാർക്ക് ആരിലുള്ള വിശ്വാസത്തെ പറ്റിയാണ് 1:15 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ ദൈവത്തിൽ, ഓപ്ഷൻ ബി ക്രിസ്തുവിൽ, ഓപ്ഷൻ സി കർത്താവായ യേശുവിൽ. ഉത്തരം കർത്താവായ യേശുവിൽ. 17ാമത്തെ ചോദ്യം, വിശുദ്ധർക്ക് അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്ത്? എഫേസോസ് 1:18 എപ്രകാരം പറയുന്നു? ഓപ്ഷൻ എ നിത്യരക്ഷ, ഓപ്ഷൻ ബി നിത്യജീവൻ, ഓപ്ഷൻ സി മഹത്വത്തിൻ്റെ സമൃദ്ധി. ഉത്തരം മഹത്വത്തിൻ്റെ സമൃദ്ധി. 18ാമത്തെ ചോദ്യം, വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ ദൈവത്തിൻ്റെ അപരിമേയ ശക്തി, ഓപ്ഷൻ ബി വിശുദ്ധി, ഓപ്ഷൻ സി ദൈവാത്മാവ്. ഉത്തരം ദൈവത്തിൻ്റെ അപരിമേയ ശക്തി. 19ാമത്തെ ചോദ്യം, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചപ്പോൾ അവനിൽ പ്രവർത്തിച്ച ശക്തി ഏത്? ഓപ്ഷൻ എ ദൈവത്തിൻ്റെ ശക്തി, ഓപ്ഷൻ ബി സ്വന്തം ശക്തി, ഓപ്ഷൻ സി ആത്മാവിൻ്റെ ശക്തി. ഉത്തരം ദൈവത്തിൻ്റെ ശക്തി. 20ാമത്തെ ചോദ്യം, എഫേസോസ് 1:20 സാമ്യമുള്ള പഴയ നിയമ ഗ്രന്ഥഭാഗം ഏത്? ഓപ്ഷൻ എ സങ്കീർത്തനം 110:2, ഓപ്ഷൻ ബി സങ്കീർത്തനം 110:1, ഓപ്ഷൻ സി സങ്കീർത്തനം 110:10. ഉത്തരം സങ്കീർത്തനം 110:1. 21ാമത്തെ ചോദ്യം, എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും ഉപരി ഉപവിഷ്ടനാക്കിയത് ആരെ? ഓപ്ഷൻ എ ക്രിസ്തുവിനെ, ഓപ്ഷൻ ബി യേശുവിനെ, ഓപ്ഷൻ സി സർവശക്തനെ. ഉത്തരം ക്രിസ്തുവിനെ. 22ാമത്തെ ചോദ്യം, എല്ലാ നിയമങ്ങൾക്കും ഉപരി ക്രിസ്തുവിനെ ഉപവിഷ്ടനാക്കിയത് ഏതു യുഗങ്ങളിലാണ്? ഓപ്ഷൻ എ ഈ യുഗത്തിൽ, ഓപ്ഷൻ ബി അടുത്ത യുഗത്തിൽ, സി ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും. ഉത്തരം ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും. 23ാമത്തെ ചോദ്യം, ദൈവം ക്രിസ്തുവിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കിയത് എന്തെല്ലാം? ഓപ്ഷൻ എ സകല ജീവജാലത്തെയും, ഓപ്ഷൻ ബി മനുഷ്യരെ, ഓപ്ഷൻ സി എല്ലാ വസ്തുക്കളെയും. ഉത്തരം എല്ലാ വസ്തുക്കളെയും. 24ാമത്തെ ചോദ്യം, ദൈവം സഭയ്ക്ക് തലവനായി നിയമിച്ചത് ആരെ? ഓപ്ഷൻ എ പത്രോസിനെ, ഓപ്ഷൻ ബി ക്രിസ്തുവിനെ, ഓപ്ഷൻ സി പൗലോസിനെ. ഉത്തരം ക്രിസ്തുവിനെ. 25ാമത്തെ ചോദ്യം, എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയായി പറയുന്നത് എന്ത്? ഓപ്ഷൻ എ കുരിശിലെ ബലി, ഓപ്ഷൻ ബി ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ, ഓപ്ഷൻ സി വിശുദ്ധ കുർബാന. ഉത്തരം ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ. 26ാമത്തെ ചോദ്യം, എഫേസോസ് ലേഖനം 2-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻ എ 20 വാക്യങ്ങൾ, ഓപ്ഷൻ ബി 22 വാക്യങ്ങൾ, ഓപ്ഷൻ സി 30 വാക്യങ്ങൾ. ഉത്തരം 22 വാക്യങ്ങൾ. 27ാമത്തെ ചോദ്യം, എഫേസോസുകാർ എപ്രകാരം മൃതരായിരുന്നു? ഓപ്ഷൻ എ
അപരാധങ്ങളും പാപങ്ങളും മൂലം. ഓപ്ഷൻ ബി തിന്മ മൂലം. ഓപ്ഷൻ സി അനുസരണക്കേട് മൂലം. ഉത്തരം അപരാധങ്ങളും പാപങ്ങളും മൂലം. 28ാമത്തെ ചോദ്യം, ആരോടൊപ്പമാണ് നമ്മൾ ജഡമോഹങ്ങളിൽ ജീവിച്ചത്? ഓപ്ഷൻ എ വിജാതീയരോടൊപ്പം. ഓപ്ഷൻ ബി എഫെസോസുകാരോടൊപ്പം. ഓപ്ഷൻ സി അനുസരണക്കേടിൻ്റെ മക്കളോടൊപ്പം. ഉത്തരം അനുസരണക്കേടിൻ്റെ മക്കളോടൊപ്പം. 29ാമത്തെ ചോദ്യം, എഫേസോസ് 2:3 അനുസരിച്ച് ഉത്തരം പറയുക. പാപം വഴി മരിച്ചവരായ നമ്മോട് മഹത്തായ സ്നേഹം കാണിച്ചത് ആര്? ഓപ്ഷൻ എ ദൈവം. ഓപ്ഷൻ ബി യേശു. ഓപ്ഷൻ സി കരുണാസമ്പന്നനായ ദൈവം. ഉത്തരം കരുണാസമ്പന്നനായ ദൈവം. 30ാമത്തെ ചോദ്യം, നാം എന്തിനാൽ രക്ഷിക്കപ്പെട്ടതായി എഫേസോസ് 2:5 പറയുന്നു? ഓപ്ഷൻ എ കൃപയാൽ. ഓപ്ഷൻ ബി ക്ഷമയാൽ. ഓപ്ഷൻ സി ബലിയാൽ. ഉത്തരം കൃപയാൽ. 31ാമത്തെ ചോദ്യം, ദൈവം നമ്മോട് കാണിച്ച സ്നേഹത്താൽ ആരോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു? ഓപ്ഷൻ എ വിശുദ്ധരോടുകൂടെ. ഓപ്ഷൻ ബി ക്രിസ്തുവിനോടുകൂടെ. ഓപ്ഷൻ സി പൂർവികരോടുകൂടെ. ഉത്തരം ക്രിസ്തുവിനോടുകൂടെ. 32ാമത്തെ ചോദ്യം, ക്രിസ്തുവിനോടൊപ്പം നമ്മെ ഉയർപ്പിച്ച് ദൈവം എവിടെ ഇരുത്തി? ഓപ്ഷൻ എ മഹത്വത്തിൽ. ഓപ്ഷൻ ബി സ്വർഗത്തിൽ വിശുദ്ധരോടുകൂടെ. ഓപ്ഷൻ സി സ്വർഗത്തിൽ ക്രിസ്തുവിനോടുകൂടെ. ഉത്തരം സ്വർഗത്തിൽ ക്രിസ്തുവിനോടുകൂടെ. 33ാമത്തെ ചോദ്യം, എഫേസോസ് 2:8 ദൈവം നൽകുന്ന രക്ഷയെ വിശേഷിപ്പിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ ദൈവത്തിൻ്റെ ദാനം. ഓപ്ഷൻ ബി ദൈവത്തിൻ്റെ വാഗ്ദാനം. ഓപ്ഷൻ സി ദൈവത്തിൻ്റെ സമ്മാനം. ഉത്തരം ദൈവത്തിൻ്റെ ദാനം. 34ാമത്തെ ചോദ്യം, രക്ഷ പ്രവൃത്തികളുടെ ഫലമല്ല, അതിനാൽ ആരും ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ നിരാശരാകേണ്ടതില്ല. ബി അഹങ്കരിക്കേണ്ടതില്ല. സി ദുഃഖിതരാകേണ്ടതില്ല. ഉത്തരം അഹങ്കരിക്കേണ്ടതില്ല. 35ാമത്തെ ചോദ്യം, ക്രിസ്തുവിനെ അറിയാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസം ഇല്ലാത്തവരുമായിരുന്നു എന്ന് പറയുന്നത് ആരെപ്പറ്റി? ഓപ്ഷൻ എ വിജാതീയരായിരുന്ന എഫേസോസുകാരെ പറ്റി. ഓപ്ഷൻ ബി കൊറിന്തോസുകാരെ പറ്റി. ഓപ്ഷൻ സി ഗലാത്യക്കാരെ പറ്റി. ഉത്തരം വിജാതീയരായിരുന്ന എഫേസോസുകാരെ പറ്റി. 36ാമത്തെ ചോദ്യം, ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരായിരുന്നവർ ആര്? ഓപ്ഷൻ എ വിജാതീയർ. ഓപ്ഷൻ ബി എഫേസോസുകാർ. ഓപ്ഷൻ സി ഗ്രീക്കുകാർ. ഉത്തരം എഫേസോസുകാർ. 37ാമത്തെ ചോദ്യം, വിജാതീയരായിരുന്നവർ ഏത് സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന്. ഓപ്ഷൻ ബി ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന്. ഓപ്ഷൻ സി യഹൂദരിൽ നിന്ന്. ഉത്തരം ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന്. 38ാമത്തെ ചോദ്യം, ഒരിക്കൽ വിദൂരസ്ഥരായിരുന്നവർ ഇപ്പോൾ സമീപസ്ഥരായത് എങ്ങനെ? ഓപ്ഷൻ എ ജ്ഞാനസ്നാനം വഴി. ഓപ്ഷൻ ബി പരിച്ഛേദനം വഴി. ഓപ്ഷൻ സി യേശുക്രിസ്തുവിൻ്റെ രക്തം വഴി. ഉത്തരം യേശുക്രിസ്തുവിൻ്റെ രക്തം വഴി. 39ാമത്തെ ചോദ്യം, ഇരു കൂട്ടരെയും ഒരേ ശരീരത്തിൽ ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുന്നത് എങ്ങനെ? എഫേസോസ് 2:16 അനുസരിച്ച് ഉത്തരം പറയുക. ഓപ്ഷൻ എ ബലി വഴി. ഓപ്ഷൻ ബി കുരിശ് വഴി. ഓപ്ഷൻ സി ഉത്ഥാനം വഴി. ഉത്തരം കുരിശ് വഴി. 40ാമത്തെ ചോദ്യം, തന്നിലൂടെ എന്ത് അവസാനിപ്പിക്കാനാണ് യേശു ഇങ്ങനെ ചെയ്തത്? ഓപ്ഷൻ എ ശത്രുത. ഓപ്ഷൻ ബി വെറുപ്പ്. ഓപ്ഷൻ സി വൈരാഗ്യം. ഉത്തരം ശത്രുത.
41 ചോദ്യം, ഇനിമേൽ നിങ്ങൾ ആരല്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ പാപികൾ, ഓപ്ഷൻ ബി വിജാതീയർ, ഓപ്ഷൻ സി അന്യരോ പരദേശികളോ. ഉത്തരം അന്യരോ പരദേശികളോ. 42 ചോദ്യം, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളും ആരെന്നാണ് പൗലോസ് പറയുന്നത്? ഓപ്ഷൻ എ ക്രിസ്ത്യാനികൾ, ഓപ്ഷൻ ബി എഫെസോസുകാർ, ഓപ്ഷൻ സി വിജാതീയർ. ഉത്തരം എഫെസോസുകാർ. 43 ചോദ്യം, വിദൂരസ്ഥരായിരുന്നവരോടും സമീപസ്ഥരായിരുന്നവരോടും യേശു പ്രസംഗിച്ചത് എന്ത്? ഓപ്ഷൻ എ സമാധാനം, ഓപ്ഷൻ ബി മാനസാന്തരം, ഓപ്ഷൻ സി പാപമോചനം. ഉത്തരം സമാധാനം. 44 ചോദ്യം, ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും എവിടെ പ്രവേശിക്കാൻ സാധിക്കും? ഓപ്ഷൻ എ സ്വർഗത്തിൽ, ഓപ്ഷൻ ബി പിതാവിൻ്റെ സന്നിധിയിൽ, ഓപ്ഷൻ സി ദേവാലയത്തിൽ. ഉത്തരം പിതാവിൻ്റെ സന്നിധിയിൽ. 45 ചോദ്യം, ഇനിമേൽ എഫെസോസുകാർ ആരെന്നാണ് ശ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ സഹോദരർ, ഓപ്ഷൻ ബി വിശ്വാസികൾ, ഓപ്ഷൻ സി വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളും. ഉത്തരം വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളും. 46 ചോദ്യം, ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഏകീകരിക്കപ്പെട്ടു, ഓപ്ഷൻ ബി വിശുദ്ധീകരിക്കപ്പെട്ടു, ഓപ്ഷൻ സി സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. ഉത്തരം സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. 47 ചോദ്യം, എഫെസോസ് 2 അധ്യായത്തിലെ 2 ശീർഷകം എന്ത്? ഓപ്ഷൻ എ എല്ലാവരും ദൈവത്തിൽ ഒന്ന്, ഓപ്ഷൻ ബി എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്, ഓപ്ഷൻ സി ദൈവത്തിൻ്റെ കരവേല. ഉത്തരം എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്. 48 ചോദ്യം, ഭവനം ഒന്നാകെ സമന്വയിപ്പിച്ച് പരിശുദ്ധമായ ആലയമായി വളർന്നുകൊണ്ടിരിക്കുന്നത് ആരിൽ? ഓപ്ഷൻ എ ദൈവത്തിൽ, ഓപ്ഷൻ ബി ഈശോയിൽ, ഓപ്ഷൻ സി കർത്താവിൽ. ഉത്തരം കർത്താവിൽ. 49 ചോദ്യം, നിങ്ങൾ അവനിൽ എന്തായി പണിയപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ദൈവത്തിൻ്റെ ഭവനമായി, ഓപ്ഷൻ ബി ആലയമായി, ഓപ്ഷൻ സി ദൈവത്തിൻ്റെ വാസസ്ഥലമായി. ഉത്തരം ദൈവത്തിൻ്റെ വാസസ്ഥലമായി. 50 ചോദ്യം, ആരിലാണ് ദൈവത്തിൻ്റെ വാസസ്ഥലമായി പണിയപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ സത്യത്തിലും ആത്മാവിലും, ഓപ്ഷൻ ബി വചനത്തിൽ, ഓപ്ഷൻ സി പരിശുദ്ധാത്മാവിൽ. ഉത്തരം പരിശുദ്ധാത്മാവിൽ.